നാട്ടിൽ എന്ന് പോയാലും അമ്മേനെയും കൂടി ഒരു വൈക്കത്ത് പോക്ക് അത് പതിവുള്ളതാണ്. ഞങ്ങൾ ആദ്യം തന്നെ വന്നത് വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാനാണ്. ഇതിനുള്ളിൽ കയറിയിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാണ് എല്ലാം കഴിഞ്ഞ് ഞാൻ ആ പേപ്പറൊക്കെ ആയിട്ട് ഇറങ്ങിയത്. ഇത്രയും ടൈം എടുക്കുന്നു ഇത് അടയ്ക്കാൻ വന്ന ഞാനോ തന്നുവിട്ട ചേട്ടായിയോ ഓർത്തതേ ഇല്ല. 1.5 മണിക്കൂറോളം ധനലക്ഷ്മി ബാങ്കിന് വേണ്ടി സെക്യൂരിറ്റി പണി ചെയ്ത് കൊടുത്തിട്ട് അഭിമാനത്തോടുള്ള വരവ് നോക്കി. സ്റ്റെപ്പ് കയറാൻ വയ്യാഞ്ഞുകൊണ്ട് പാവ വെയിൽ മൊത്തം കൊണ്ട് താഴെയിരുന്നു. നമ്മുടെ അമ്മമാരെ കൊണ്ട് എവിടെ പോയാലും കുറച്ച് ലേറ്റ് ആയപ്പോലും ഒരു പരാതി പറച്ചിലില്ലല്ലേ. അമ്മയോളം ക്ഷമ മറ്റാർക്കും ഇല്ലെന്ന് പറയുന്ന വെറുതെ അല്ലല്ലേ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 4 മണി ആകാറായെങ്കിലും വെയിലിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ഫ്രൂട്ട് ഷോപ്പിലേക്കാണ്. അവിടെ ചെന്നിട്ട് അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സ് മാത്രമാണ് വാങ്ങിയത്. ഞാൻ വരുമ്പോൾ മാത്രമാട്ടോ വീട്ടിൽ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുന്നത്. അതും ഞാൻ അമ്മേനെ നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുന്നതാണ്. അമ്മയോടൊന്നും പറയാതെ ഞാൻ നേരെ കൊണ്ട് വണ്ടി നിർത്തി ബെസ്റ്റ് ബേക്കേഴ്സിന് മുമ്പിലാണ്. നല്ല ചൂടായിരുന്നുകൊണ്ട് ഒരു ലൈം ജ്യൂസും ഒരു ഷേക്കുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഷേക്ക് ഞങ്ങൾക്ക് 2 പേർ കൂടി കുടിക്കാന്ന് കരുതിയാണ് ഞാൻ വാങ്ങിയത്. കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയോട് ഞാൻ കുറെ സംസാരിച്ചപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. അമ്മയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു അമ്മ ഷേക്ക് കുടിക്കുന്നത്. ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ഷാർജ ഷേക്ക് അമ്മ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ബട്ട് പുറത്ത് പോയിട്ട് ഫസ്റ്റ് ടൈം ആണ്. എനിക്കത് കേട്ടപ്പോ എന്തോ വല്ലാത്തൊരു സങ്കടമായിട്ടോ തോന്നിയത്. എനിക്കത്ര ഇഷ്ടമായില്ലെന്ന് കള്ളം പറഞ്ഞ് ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അമ്മേനെ കൊണ്ട് കുടിപ്പിച്ചു. അമ്മയുടെ മുഖത്ത് ചിരി കണ്ടപ്പോൾ ഞാൻ കുറച്ചുകൂടി ഹാപ്പി. തൊട്ടടുത്തുള്ള ഷോപ്പിൽ പോയി ഞാനൊരു ചെരുപ്പ് വാങ്ങി. കുറെ നാളായിട്ട് ചെരുപ്പ് വാങ്ങാൻ നടക്കുമായിരുന്നു. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നേരെ പോയത് മട്ടക്കലിലേക്കാണ്. അവന്മാർക്ക് കഴിക്കാനുള്ള കുറച്ച് ഐറ്റംസ് മാത്രം വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നേരെ തിരിച്ചു. ഇതൊക്കെ കണ്ടിട്ട് അസൂയപ്പെടുന്നവരുടെ ഒരു കാര്യം, ഞങ്ങളുടെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. സോ മാറുന്ന കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.